ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രിയിൽ 3 മണിക്ക് ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് തലയുടെ മുകളിലൂടെ വെള്ളം വരുന്നത്. ഏത് മുൻകരുതലാണ് സ്വീകരിച്ചത്? ഗുരുതരമായ വീഴ്ചയാണ് അവർക്കുണ്ടായത്. ഈ നിയമസഭയിലെ 2 MLA-മാർ, രാജു എബ്രഹാം റാന്നിയിലെ MLA, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ, വയനാട് MLA OR കേളു, ഇവർ 3 പേര് സത്യം പറഞ്ഞു. 3 പേരെ നിയമസഭയിൽ പ്രസംഗിപ്പിക്കാൻ സമ്മതിച്ചില്ല. മുഖ്യമന്ത്രി പറയുന്ന അലർട്ട് എന്നൊക്കെ പറയുന്ന ആ ഉദ്യോഗസ്ഥന്മാർ ആ ബുക്കിൽ എഴുതി വെക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ ഒരിടത്ത് പോലും അലർട്ട് പ്രഖ്യാപിച്ചില്ല. എന്താണ് ഈ അലർട്ട് എന്ന് പറയുന്നത്? ആളുകളെ റീഹാബിലിറ്റേറ്റ്, അവർക്ക് നേരത്തെ സൈറൺ മുഴക്കുക, അവരൊക്കെ വേറെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക, അവർക്ക് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വലിയൊരു പ്രൊസീജിയറാണ്. ഈ അലർട്ടുകൾ പ്രഖ്യാപിച്ച സമയത്തൊന്നും പ്രോപ്പറായി ജനങ്ങളെ അറിയിച്ചില്ല. അറിയിക്കാത്തത് കൊണ്ടാണ് ഈ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. ഒരു മുന്നറിയിപ്പും ഉണ്ടായില്ല. ആളുകൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് 3ാമത്തെ നില വരെ വെള്ളം കയറുന്നത്. ഒരാൾക്ക് പോലും അവിടുന്ന് മോചിതമാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്? പെരിയാറിൽ 1.5 മീറ്റർ വെള്ളം കയറുമെന്നായിരുന്നു, പക്ഷേ 8ഉം 10ഉം മീറ്ററാണ് പൊങ്ങിയത്. ആലുവ, അങ്കമാലി, പറവൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ 10 മീറ്റർ വരെയാണ് വെള്ളം പൊങ്ങിയത്. കളക്ടർ പറഞ്ഞ 1.5 അടി മാത്രമേ വെള്ളം കയറുള്ളൂ എന്നാണ്. പമ്പയിൽ 100 മീറ്ററിലേക്ക് വെള്ളം കയറുമെന്ന് പറഞ്ഞിടത്ത് 8 മുതൽ 9 കിലോമീറ്റർ വരെ ദൂരെയാണ് വെള്ളം പൊക്കമുണ്ടായത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണം, ക്യാമ്പിലുള്ളവർക്ക് മെഡിസിൻ കൊടുക്കണം, വൈദ്യസഹായം കൊടുക്കണം, സൈറൺ മുഴക്കണം, ഇങ്ങനെയുള്ള ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല. ആ പ്രൊസീജിയർ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചിട്ടേ ഡാം തുറക്കാവൂ. ഇതാണ് നിയമം. ഇതൊന്നും ഈ ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇടുക്കിയിലെ കാര്യം മാത്രം ഞാൻ പറയാം. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ജൂലൈ 31 അണക്കെട്ടിൻ്റെ ജലനിരപ്പ് 2395.68 ഉയർന്നു. പരമാവധി അതിൻ്റെ ശേഷി എന്ന് പറയുന്നത് 2403 അടിയാണ്. അപ്പോഴാണ് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നത്. ഡാം കൃത്യസമയത്ത് തുറന്നു വിട്ടിരുന്നെങ്കിൽ ജലനിരപ്പ് കുറയ്ക്കണമായിരുന്നു. കാരണം വലിയ മഴ വരാൻ പോകുന്നു. ജലനിരപ്പ് റിസർവോയറിൻ്റെ നിരപ്പ് കപ്പാസിറ്റിയേക്കാൾ കൂടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? തുറന്നു വിടുകയാണ് വേണ്ടത്. മന്ത്രി എന്താ പറഞ്ഞേ? പത്രക്കാർക്ക് വേണ്ടി ഞാൻ ഇടുക്കി ഡാം തുറന്നു കൊടുക്കണോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണോ എന്നാണ് എം മണി ചോദിച്ചത്. ഞാൻ അവിടെ സന്ദർശിച്ച സമയത്ത് ജൂലൈ 27 ഞാൻ പറഞ്ഞു, അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ് തുറന്നു വിടാൻ സമയമായി, ഇത് തുറക്കണമെന്ന് പറഞ്ഞു. പത്രക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡാം തുറക്കണമെന്നാണ് മന്ത്രി ചോദിച്ചത്. ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ ഫേസ്ബുക്കിലും കുറിച്ചാണ് ഇത് തുറക്കാൻ സമയമായിരിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് തുറക്കണം, കാരണം ഇതിൻ്റെ കപ്പാസിറ്റി ലെവൽ കൂടിയിരിക്കുന്നു. ആ സമയത്തും തുറക്കാതെ പിന്നെ ഇവർ തുറന്ന് ഓഗസ്റ്റ് 9 തുറന്നത്. ജൂലൈ 27 ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തതാണ്. ആശങ്കാജനകമായ വിധത്തിൽ ജലനിരപ്പ് ഉയരുന്നു, ഇത് അടിയന്തരമായി ഡാം തുറക്കണം എന്ന് ഞാനവിടെ സന്ദർശിച്ച ശേഷമാണ്, വെറുതെ അല്ല, ഇടുക്കി പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ച ശേഷമാണ്. എന്നിട്ടും മന്ത്രിസഭ 8 കൂടി 9 ഓഗസ്റ്റ് 9 തുറക്കാമെന്ന്. അന്നും പിറ്റേന്നുമായി എല്ലാ ഷട്ടറും തുറന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ ക്യാമറമാരുടെ കയ്യിൽ അതിൻ്റെ ഇതുണ്ടാവും, ചാനലുകളുണ്ടാവും. എല്ലാ ഷട്ടറും ആദ്യം ഒന്ന് തുറന്നു, പിന്നെ എല്ലാ ഷട്ടറും ഒരുമിച്ച് തുറക്കേണ്ടി വന്നു. ചാലക്കുടിയിൽ 6 ഡാമുകൾ ഒരുമിച്ച് തുറന്നു. അപ്പർ ഷോളയാർ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിയമസഭ ഞാൻ പറഞ്ഞതാണ്. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിൽ എഗ്രിമെൻ്റ് ഉള്ളതാണ്. ഇത്തവണത്തെ വാട്ടർ ഷെയറിങ്ങിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചെയർമാൻ കേരളം ആ കമ്മിറ്റി കൂടിയിരുന്നെങ്കിൽ നമുക്ക് ആ വെള്ളം തുറന്ന് തമിഴ്നാട്ടിലേക്ക് കൂടി വിടാമായിരുന്നു. അപ്പർ ഷോളയാറിലെ വെള്ളം പെരിങ്കൽകുത്ത് ഡാം വഴി അന്ന് നിറഞ്ഞു കവിഞ്ഞതോടുകൂടിയാണ് ചാലക്കുടിയിൽ വെള്ളം നിറഞ്ഞത്. നിങ്ങൾക്കറിയാം, കോഴിക്കോടുകാർക്കറിയാം, ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നത് ഏത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടാണ്?
കളക്ടർ പറഞ്ഞ് ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കളക്ടറെ പോലും അറിയിക്കാതെയാണ് ഇത് തുറന്നത്. കുട്ടനാട്ടിൽ 3 ഘട്ടങ്ങളായിട്ടാണ് പ്രളയം ഉണ്ടായത്. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഈ ഇടുക്കി പത്തനംതിട്ടയിലെ ശബരിഗിരി പ്രോജക്റ്റിലെ മുഴുവൻ ഡാമുകളിൽ നിന്നുള്ള വെള്ളം വരുന്നത് കുട്ടനാട്ടിലേക്കാണ്. റിസീവിങ് പോയിൻ്റ് അതാണ്. അവിടെ അവർ ചെയ്തത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല. അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ മുന്നിലെ മണൽ മാറ്റിയില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് 3 തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ വലിയ ഗുരുതരമായ അനാസ്ഥ കൊണ്ടുണ്ടായി. മുല്ലപ്പെരിയാർ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഫയൽ ചെയ്ത മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ഹർജിയിലും മഴ ശക്തി പ്രാപിക്കുന്ന മുന്നറിയിപ്പുണ്ടായി സമ്മതിക്കുന്നുണ്ട്. അപ്പം മഴയുണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ പിഴവ് സംസ്ഥാന സർക്കാരിനുണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഈ പ്രളയത്തിന് കാരണം. കേന്ദ്ര ഭൗമശാസ്ത്ര സെക്രട്ടറി രാജീവൻ തന്നെ അവർ കൊടുത്ത മുന്നറിയിപ്പിനെ സംബന്ധിച്ച് എല്ലാ പത്രങ്ങളിലും അന്ന് അദ്ദേഹം തന്നെ അന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ KSCB തന്നെ ഇടുക്കി ഇടമലയാർ പമ്പ കക്കി റിസർവോയർ നിറയുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും 1/8/2018 മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലൊരു പ്രളയമുണ്ടായതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. 483 പേർ മരിക്കുകയും 55 ലക്ഷം പേരെ വെള്ളത്തിനടിയിലാക്കുകയും ചെയ്തത് പിണറായി സർക്കാരിൻ്റെ കഴിവില്ലായ്മ കൊണ്ടും ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും അതോടൊപ്പം തന്നെ ശ്രദ്ധക്കുറവ് കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ്. ഇന്ന് പത്രത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂൾ കുട്ടികളെ ബസ് അപകടത്തിലാക്കിയതിൻ്റെ പേരിൽ 100 ദിവസത്തെ 100 വർഷത്തെ അല്ലേ 100 വർഷത്തെ തടവിന് പിണറായി വിജയനെ എത്ര വർഷത്തേക്ക് തടവിനാണ് ശിക്ഷിക്കേണ്ടത്? എത്ര വർഷത്തെ തടവിനാണ്? 483 പേർ കേരളത്തിൽ മരിച്ചു. ഒരു അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്ത ഗതികെട്ട ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. 483 പേർ മരിച്ചിട്ട് 15 പേരെ ഇതുവരെ കാണാതായിട്ട് കേരളത്തിൽ ഇത്രയും വലിയ ഒരു പ്രളയം, മനുഷ്യനിർമ്മിതമായൊരു പ്രളയം ഉണ്ടാക്കിയ ഈ സർക്കാരിനെ എത്ര വർഷത്തേക്കാണ് ശിക്ഷിക്കേണ്ടത്? കേരള മുഖ്യമന്ത്രിയുടെ പേരിലും വൈദ്യുത മന്ത്രിയുടെ പേരിലും കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അത് തന്നെയാണ് അദ്ദേഹം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വലിയ ഒരു പിഴവ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു വെക്കുന്നു.